നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വ്യാപാരത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് കമ്പളിപ്പിച്ച് തിരൂർ സ്വദേശിയിൽ നിന്നും 1 കോടി രൂപയും 125 പവനും തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന യുവതി അറസ്റ്റിൽ. പുറത്തൂർ പടിഞ്ഞാറേക്കര സ്വദേശിനി 40 വയസ്സുള്ള സജ്ന എന്ന ഷീനയെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. തട്ടിപ്പിന് കേസെടുത്തതോടെ ഇവർ കഴിഞ്ഞ 3 വർഷമായി വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് തിരൂർ സ്വദേശിയിൽ നിന്ന് യുവതി പണവും സ്വർണവും കൈക്കലാക്കിയത്. തിരൂർ സ്വദേശി ആരംഭിക്കാനിരിക്കുന്ന റൈസ് മിൽ ബിസിനസ്സിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞാണ് സജ്ന പരാതിക്കാരനെ സമീപിക്കുന്നത്. എന്നാൽ പണം ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ആദായനികുതി വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ ഇത് പിൻവലിക്കാനാകില്ലെന്നും പറഞ്ഞ് പ്രതി ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആദായനികുതി വകുപ്പിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തീർക്കാതെ പണം കിട്ടില്ലെന്നും പറഞ്ഞു. തുടർന്ന് ഈ തടസ്സങ്ങൾ നീക്കാനാണെന്ന് പറഞ്ഞാണ് പല ഘട്ടങ്ങളിലായി പരാതിക്കാരനിൽ നിന്ന് 1 കോടി രൂപയും 125 പവൻ സ്വർണവും കൈക്കലാക്കിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ സജ്ന ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി പാലക്കാട്ടെ വിവിധ ഇടങ്ങളിലാണ് യുവതി ഒളിവിൽ താമസിച്ചിരുന്നത്. 2 ആഴ്ച മുമ്പ് പ്രതി താനൂർ മൂലക്കലിൽ താമസിക്കാനെത്തി. ഈ വിവരം അറിഞ്ഞതോടെയാണ് തിരൂർ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. എന്നാൽ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതികളെല്ലാം ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. തിരൂർ സ്വദേശിക്ക് പുറമെ മറ്റു പലരിൽ നിന്നും പ്രതി പണം തട്ടിയെടുത്തതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. തിരൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 99 തിരൂർ.